നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മീനാക്ഷി, എന്താ ഇത്? എഴുന്നേക്ക്. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. എഴുന്നേക്കാൻ. മരിച്ചുപോയ ഒരാളോടുള്ള അവസാനത്തെ കടമയാ ഞാൻ ചെയ്ത് തീർത്തത്. എന്ന് ശാന്തി കിട്ടാതല്ലെന്ന് എന്റെ അമ്മയുടെ ആത്മാവ് ഈ കുടുംബത്തിന്റെ മേല് ഒരിക്കലും ഒരു ശാപമായി മാറരുത്. അതും കൂടി കരുതിയിട്ടാ ഞാനിത് ചെയ്തത്. എനിക്കറിയാം എന്റെ അമ്മ മുത്തശ്ശിയോടും ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹം. ഞാനിങ്ങനെ ഒരു കർമ്മം ചെയ്ത അതിവിടെ എല്ലാവരെയും വേദനിപ്പിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ആരോടും പറയാതെ ആരെയൊന്നും അറിയിക്കാതെ ഈ കർമ്മം ചെയ്തത്. ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും അവരെനിക്ക് ജന്മം തന്ന അമ്മയല്ലേ മുത്തശ്ശി. എല്ലാവരും പോലെ എനിക്കവരെ തള്ളിക്കളയാനാവും മുത്തശ്ശി. ഞാൻ ചെയ്തത് മുത്തശ്ശിയുടെ മനസ്സിനെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. മുത്തശ്ശിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പഴയതുപോലെ ഔട്ട് ഹൗസിൽ പോയി താമസിച്ചോളാം. എന്നാലും എന്നെ ഇവിടുന്ന് പണിയിറക്കി വിടരുത്. പടിയിറക്കി വിടാനല്ല, കുലദൈവങ്ങളെ സാക്ഷി നിർത്തി കുടുംബക്ഷേത്രത്തിൽ വച്ച് നിന്നെ പടിയേറ്റ് നടത്തി സ്വീകരിച്ചതും സ്വന്തമാക്കിയതും. നിനക്കുള്ള സ്ഥാനം ചെമ്പകമംഗലം തറവാട്ടിലല്ല, ഈ മുത്തശ്ശിയുടെ ഹൃദയത്തിലാ. എന്റേന്ന് മാത്രമാണെന്ന് നീ എന്ന് വിശ്വസിക്കുമ്പോ നീ മറ്റുള്ളവരുടേതായി പോവെന്നുള്ള പേടി കൊണ്ട് മുത്തശ്ശി വഴക്കിട്ടത്. മകളുടെ മകളോട് അനുപമമായ സ്നേഹം മകളോടുള്ളതിനേക്കാൾ ഇരട്ടിയ. എന്റെ കുഞ്ഞിന് മറ്റൊരവകാശം ഉണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് വിലപ്പെട്ടവള എന്റെ പൊന്നുമോള് ഞങ്ങൾക്ക്. മോളെ, ഞാൻ ടെറസിലേക്ക് പോയത് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ. രാത്രി 12:30 മണിക്ക് ടെറസിൽ ഒറ്റയ്ക്കോ? അതിനെന്താ, രാത്രി 12:30 ടെറസിൽ ഒറ്റയ്ക്കിരുന്നൂടെ? അല്ല, പാതിരാത്രി കഴിഞ്ഞ പ്രേതങ്ങളുടെ സഞ്ചാരം. കാട്ടില് മൃഗങ്ങളും നാട്ടില് പ്രേതങ്ങളും. ചുടലയക്ഷി, വടയക്ഷി, മാടൻ, മറുത, അറുകൊല. ഇതൊക്കെ പ്രേതങ്ങളുടെ പേരുകളാണോ? അതെ. പക്ഷേ ഈ പോലീസുകാർക്ക് ഒരു പ്രേതങ്ങളെയും പേടിയില്ല.
മീനാക്ഷി, നീ ടെറസിലേക്ക് വരുന്നു. എനിക്കേ മട്ടില്ല ACP. ടെറസിൽ നിന്നാലേ അനന്ത കോടി നക്ഷത്രങ്ങളെയും കാണാം. നടുവിൽ ചന്ദ്രക്കലയും കാണാം. ഒഴുകി വരുന്ന മേടമാസക്കാറ്റിൽ ലയിച്ചു നിൽക്കാം. ഓ പൈങ്കിളി പൈങ്കിളി. ആ, നീ വാ. ഇതിന്റെ കൂടെ ഒരു നിര പ്രേതങ്ങളെയും ഞാൻ കാണിച്ചു തരാം. നീ വാ. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കമില്ല. മുറിയിലിരുന്ന മാധുരയും അച്ഛനെയും ഓർത്ത് കരയേണ്ടി വരും. എന്നാ പിന്നെ കുറച്ചു നേരം പോയി ടെറസിലിരിക്കാം. ഇതെന്താ, ദീപാവലിയാണോ? നീ അവിടെ നിന്ന് താഴേക്ക് നോക്ക്. നക്ഷത്രങ്ങളുടെ ദീപാവലി കാണാം. നോക്ക്. മുത്തച്ഛന്റെ മീനാക്ഷി കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശിയുടെ പൊന്നുമോൾക്ക് പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശി. പൊന്നുമോൾക്ക് അമ്മയുടെ പിറന്നാൾ ആശംസകൾ. ഇതിന്റെ എല്ലാം ഡയറക്ടർ ദൈവമേയാ. ബർത്ത്ഡേ മധുരമായി മോൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ നന്ദിനി? എന്നാ നമുക്ക് പായസം കുടിച്ചോണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അത് പിന്നെ ഏട്ടതേ, അമ്മ മകൾക്ക് തൊട്ടു കൊടുത്തുകൊണ്ട് അത് ആരംഭിക്കാം. ഓ എന്റെ കുഞ്ഞിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദീർഘായുസ്സും കൊടുക്കണേ എന്റെ ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.